നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിലെ സർക്കാർ മന്ത്രാലയങ്ങൾ സ്വദേശവൽക്കരണ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നു. സാങ്കേതികതര തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ ഒഴിവാക്കുന്ന നടപടികളാണ് പുരോഗമിച്ചു വരുന്നത്. ഇതിനനുസരിച്ച് നിരവധി പ്രവാസി ജീവനക്കാർക്ക് ഇതിനോടകം പിരിച്ചുവിടൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. അതേസമയം കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വിദഗ്ധ തൊഴിലാളികളെ അതത് മേഖലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാതെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ജോലികളുടെ ഉപകരാറുകൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളിലെ 50% പ്രവാസി ജീവനക്കാരെ അടുത്ത 3 മാസത്തിനുള്ളിൽ തന്നെ പിരിച്ചുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ മന്ത്രാലയങ്ങളിൽ നേരിട്ട് ജോലി ചെയ്യുന്ന വിദേശികളെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നിരവധി പ്രവാസികൾ ഉപകരാർ സ്ഥാപനങ്ങളിലേക്ക് മാറിയെന്നാണ് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനസംഖ്യയിലെ സ്വദേശികളും വിദേശികളും തമ്മിലുള്ള അനുപാതം സംബന്ധിച്ചുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വിദേശികളെ ഒഴിവാക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പാർലമെന്ററി ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് കമ്മിറ്റി തലവൻ MP ഖലീൽ അൽ സാലേഹ് പറയുകയുണ്ടായി. ഇത് സംബന്ധിച്ചുള്ള കണക്കുകളും വിവരങ്ങളും തയ്യാറാക്കി നാഷണൽ അസംബ്ലിയിൽ സമർപ്പിക്കുന്നതിനായി അടുത്തയാഴ്ച യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികേതര ജോലികളുള്ള പ്രവാസികളെ ഒഴിവാക്കി അതത് മന്ത്രാലയങ്ങൾ ലക്ഷ്യം നേടണം. സർക്കാർ ജോലികളിൽ 100% സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന് സിവിൽ സർവീസസ് കമ്മീഷൻ ശക്തമായ നടപടികൾ എടുക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതേ തുടർന്ന് നിരവധി പ്രവാസികൾക്കാണ് ജോലി നഷ്ടമാകാനിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.